എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്നൊരു വെരി സ്പെഷ്യൽ ആൻഡ് ഡിഫറെൻറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ബെഗാര ബേഗൻ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു ഹൈദരാബാദി റെസിപ്പിയാണ്, വഴുതനങ്ങ കൊണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ബെഗാര ബേഗൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇത് ഞാൻ കഴുകി വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കഥാപാത്രം. ഒരുവിധം ചെറിയ ബ്രിഞ്ചോൾസാണ് നല്ലത്, ഒരു മീഡിയം സൈസിൽ. എട്ടോടുകൂടി വേണം ചെയ്യാനായിട്ട്. കാര്യം അതിങ്ങനെ പൂ പോലെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്താണ് വെക്കുന്നത്. ബേസിലൊരു പിടുത്തം വേണം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നാലായിട്ട് നമ്മളിത് കീറിയിട്ട് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് തന്നെ ഇടുക. കാരണം വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറുത്തിരിക്കും. ഇത് ബിരിയാണിക്ക്, ചപ്പാത്തിക്ക്, പ്ലെയിൻ റൈസിന് എല്ലാത്തിനും ചേരുന്ന റെസിപ്പിയാണ്. ഒരല്പം ഉപ്പ്, അങ്ങനെ അത് സോക്ക് ചെയ്ത് അവിടെ കിടക്കട്ടെ കുറച്ച് നേരം. പുളി, വാളംപുളി, കുറച്ചേറെ വെള്ളം വേണം, അതൊഴിച്ച് ഇത് നന്നായിട്ട് ഞെരടി അതും ഒരു സൈഡിൽ വെക്കാം. കുറച്ച് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. പീനട്സ്, നിലക്കടല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാം. കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ട് ഡാർക്കാകാൻ തുടങ്ങുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതി, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് അടുത്തതിനെയും ഡ്രൈ റോസ്റ്റ് ചെയ്യണം. മല്ലിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇത്രയും ഇത് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. കരിഞ്ഞു പോകാൻ പാടില്ലേ. അതുപോലെ അടുപ്പ് ഫ്രീ ആണെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മല്ലിയിൽ നിന്നും നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അടുത്തതിനെയും കോക്കനട്ടാണ്, ഡ്രൈ കോക്കനട്ടാണ്. സാധാരണ നമ്മുടെ കോക്കനട്ട് അങ്ങ് റോസ്റ്റ് ചെയ്താൽ മതി. ബ്രൗൺ കളറായി വരുമ്പം ഒരു 2-3 ഡ്രൈ ചില്ലീസും കൂടെ ഇടാം. ഇനിയും അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എള്ള്, വൈറ്റ് സെസമി സീഡ്. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ടേ ജീരകം കൂടി ഇടാം. ഇതും ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്കിതിന് മസാല ഉണ്ടാക്കാം. മല്ലി, പിന്നെ എള്ളും ജീരകവും, തേങ്ങായും വറ്റൽമുളകും, പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി. പുളിവെള്ളത്തിനകത്ത് വേണം ഈ മസാല അരയ്ക്കാൻ, ഇച്ചിരി തിക്കായിട്ട് അരയ്ക്കാൻ. ഉപ്പും ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇത് നമ്മളിങ്ങനെ ആ ഉപ്പ് വെള്ളത്തിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് നമുക്കൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തോർത്തി എടുക്കണം. കാര്യം ഇത് മസാല വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ ലൂസായി പോരും. അതുകൊണ്ടാണ് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിനുള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. അതേ കൈകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം, കാര്യം ഇതങ്ങ് അടന്ന് പോകാൻ പാടില്ല. ഭയങ്കര റെസിപ്പിയല്ലേ. എത്രയും കൊള്ളുമോ അത്രയും. പക്ഷെ നമ്മളതങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കളയരുതേ, ഇങ്ങനെ അങ്ങ് വിടർന്ന് പോകാൻ പാടില്ല. അങ്ങനെ നമുക്കിത് മാറ്റി വയ്ക്കാം. ആ സ്പ്ലിറ്റിനകത്തെല്ലാം നമ്മൾ നിറച്ച് മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി വറക്കാനായിട്ട് എടുത്ത എണ്ണയില്ലേ, അപ്പോൾ അത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. കടുകിൻ്റെ കൂടെ നമുക്ക് ഉലുവ, ഇച്ചിരി ജീരകം ഇടണം, കരിഞ്ജീരകം ഇടണം. ഇതാണ് ജീരകം, കരിഞ്ജീരകം. ഇത് ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി തീ കുറച്ച് വയ്ക്കണേ. അപ്പം ഇതൊന്ന് മൂത്ത് വരുന്ന ഉടനെ ഞാൻ ഇച്ചിരി പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ഏരിയ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം, മഞ്ഞളും ഇടാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയില്ലേ, അത് ഓരോന്നായിട്ട് വയ്ക്കാം. തീ വളരെ ചെറുതായിട്ട് വെക്കണം, കാര്യം അതിനകത്തെ മസാലയൊക്കെ വേകാനുള്ളതാണ്. എന്നിട്ട് ഇത് ഡൈല്യൂട്ടായിട്ടുള്ള പുളിവെള്ളമാണ്. ഇതൊഴിച്ച് ഒരല്പം ഉപ്പ്, അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതിയേ. കാര്യം സെറ്റായിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കണം, വഴുതനങ്ങയ്ക്കകത്തുള്ള മസാല. പിന്നെ നമ്മൾ ബാക്കിയുള്ള മസാല ഇങ്ങനെ ഒന്ന് പുറത്ത് വെച്ച് അതും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി. നമ്മൾ ഈ ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഈ സംഭവം. ചെറിയ തീയിലിരുന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പോൾ നമ്മളിത് അടിയിലൊക്കെ ഒന്ന് പിടിക്കാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് എണ്ണ തെളിഞ്ഞ് നല്ല സെറ്റപ്പിലായി വന്നിട്ടുണ്ട്. മസാലയെ അതിലൊന്നും പിടിക്കാൻ സമ്മതിക്കാതെ ഇളക്കണേ. ഇത് വാങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല നന്നായിട്ടിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I am signing off and you stay safe.